എന്തുകൊണ്ട് CPM പിന്നോട്ടു പോയി? വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ശക്തമായ കോട്ടയായി നിന്ന CPM എന്നാൽ ഇത്തവണ ജനവിധി പല ചോദ്യങ്ങളും ഉയർത്തുന്നു. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടു? ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമതായി, ജനവികാരം മാറിയോ? ദീർഘകാല ഭരണത്തിനു ശേഷം സാധാരണ ജനങ്ങളിൽ ചില അസന്തോഷങ്ങൾ ഉയർന്നുവെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പൊതുജന സേവനങ്ങളിലെ വൈകിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുചർച്ചകളിലും ശക്തമായി ഉയർന്നു. രണ്ടാമതായി, ആരോഗ്യമേഖലയിലെ വിവാദങ്ങൾ. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ സർക്കാരിന് തിരിച്ചടിയായി മാറിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ചില ആശുപത്രി സംഭവങ്ങളും മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രതിപക്ഷം ശക്തമായി പ്രചാരണ വിഷയമാക്കി. മൂന്നാമതായി, പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത. CPMനകത്ത് തന്നെ ചില നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ചർച്ചകളും പുറത്തുവന്നു. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പും പ്രാദേശിക നേതൃത്വ പ്രശ്നങ്ങളും ചില മണ്ഡലങ്ങളിൽ പ്രവർത്തകരുടെ ആവേശം കുറച്ചുവെന്ന വിലയിരുത്തലുണ്ട്. നാലാമതായി, യുവജനങ്ങളും സോഷ്യൽ മീഡിയയും. ഇത്തവണ സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. യുവ വോട്ടർമാർ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. അഞ്ചാമതായി, പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രചാരണം. പ്രതിപക്ഷമായ UDF ശക്തമായ ഗ്രൗണ്ട് ക്യാമ്പയിൻ നടത്തി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും പ്രാദേശിക വിഷയങ്ങളിലുണ്ടാക്കിയ ശ്രദ്ധയും അവർക്ക് വലിയ നേട്ടമായി. എന്നാൽ രാഷ്ട്രീയത്തിൽ തോൽവിയും വിജയവും സ്ഥിരമല്ല. CPM ഇനി എങ്ങനെ തിരിച്ചുവരവ് നടത്തും? കേരള രാഷ്ട്രീയം ഇനി ഏത് ദിശയിലേക്ക് നീങ്ങും? അത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.